സ്കൂൾ പരീക്ഷയുടെ ഗ്രേഡിംഗ് രീതിയിൽ മാറ്റം വരുന്നു. പരീക്ഷകളിൽ നിരന്തര മൂല്യനിർണ്ണയത്തിനായി SCERT സമർപ്പിച്ച മാർഗരേഖയിലാണ് ഇതിനുള്ള നിർദ്ദേശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിലവിൽ 75 മുതൽ 100% മാർക്ക് വരെ നേടുന്നവരെ ഏറ്റവും മികവുള്ളവരെന്ന് രേഖപ്പെടുത്തുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. പുതിയ രീതി പ്രകാരം 80% മുതൽ 100% വരെ മാർക്കുള്ളവരെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വിഭാഗത്തിൽ പരിഗണിക്കാം. നിലവിൽ 60% മുതൽ 74% വരെ മാർക്കുള്ളവരെ വെരി ഗുഡ് കാറ്റഗറിയിലായിരുന്നു. പുതിയ രീതിയിൽ 60 മുതൽ 79% വരെ മാർക്കുള്ളവരായിരിക്കും ബി ഗ്രേഡിൽ ഉൾപ്പെടുക. 45 മുതൽ 59% വരെയുള്ളവർ നിലവിൽ ഗുഡ് വിഭാഗത്തിലാണുള്ളത്. ഇനി മുതൽ 40 മുതൽ 59% വരെ സി ഗ്രേഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. 33 മുതൽ 44% വരെ മാർക്കുള്ളവരെയാണ് നിലവിൽ സി ഗ്രേഡിൽ പരിഗണിക്കുന്നത്. ഇത് 30 മുതൽ 39 വരെ ശതമാനം മാർക്കുള്ളവരെ ആക്കാനാണ് നിർദ്ദേശം. 0 മുതൽ 32% വരെ മാർക്കുള്ളവരാണ് നിലവിൽ ഇ ഗ്രേഡിലെങ്കിൽ 0 മുതൽ 29% വരെ മാർക്കുള്ളവരെയാണ് പുതിയതിൽ ഇ ഗ്രേഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആത്യന്തിക വിലയിരുത്തലിനായി അധ്യയന വർഷത്തിൽ പാദ അർദ്ധ വാർഷിക പരീക്ഷകളാണ് മാർഗരേഖയിലും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വർഷം മുതൽ 8ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം 30% സ്കോറും 40 മാർക്കിന്റെ എഴുത്തു പരീക്ഷയിൽ 12ഉം 20 സ്കോറിന്റെ പരീക്ഷയിൽ 6 മാർക്കും ലഭിക്കണം. ലഭിക്കാത്ത കുട്ടികൾക്ക് പഠന പിന്തുണ ഉറപ്പാക്കണമെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. പഠന പിന്തുണ ഉറപ്പാക്കിയ ശേഷം വീണ്ടും പരീക്ഷ നടത്തി പ്രകടനം വിലയിരുത്തിയ ശേഷം 9ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകാമെന്നും രേഖയിൽ പറയുന്നു. ആത്യന്തിക വിലയിരുത്തലിന്റെ ചോദ്യപേപ്പർ കൃത്യമായി ബ്ലൂ പ്രിന്റ് അടിസ്ഥാനമാക്കി തയ്യാറാക്കണമെന്ന് രേഖ നിർദ്ദേശിക്കുന്നു. വ്യക്തതയോടെയുള്ള ആശയ സ്വാംശീകരണം, പ്രയോഗശേഷി, ഗണന ചിന്ത, വിശകലനാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത, സർഗാത്മക ചിന്ത, മൂല്യ മനോഭാവങ്ങൾ എന്നിവ ആത്യന്തിക വിലയിരുത്തലിൽ ഘടകങ്ങളാകണം. 30% ചോദ്യങ്ങളിൽ ലളിതവും 50% ശരാശരി നിലവാരത്തിലും 20% പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്നതുമായിരിക്കണം.